വെറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന അടിപൊളി ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അരി അരക്കാനോ കുതിർക്കാനോ ഒന്നും നിൽക്കേണ്ട, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ശർക്കരപ്പാനി റെഡിയാക്കിയിട്ട് എടുക്കാം. 2.5 അച്ച് ശർക്കരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പൊ അത് മെൽട്ടാവുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ എടുത്താലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിപ്പോ ഞാൻ സാധാ നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തത്. അപ്പൊ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ പുട്ടുപൊടിയെല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പൊ ഇതാ ഞാനൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം ഈ പുട്ടുപൊടിയെല്ലാം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ മെൽട്ടാക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചില ശർക്കരയിൽ ഇതുപോലെ പൊടിയെല്ലാം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇനിയിപ്പോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിച്ചിട്ടെല്ലാം ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. ശർക്കരപ്പാനി നല്ല ചൂടൊന്നും വേണ്ട, ചെറിയൊരു ചൂട് മാത്രം ഉണ്ടായാൽ മതി. ആദ്യം തന്നെ നിങ്ങൾ ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ട് ഈ പുട്ടുപൊടി ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി കുറച്ചൊന്ന് ചൂടെല്ലാം ആറിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയാൽ മതി. മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ നമ്മൾ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 1-2 പ്രാവശ്യം കറക്കി എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലൊരു മാവായിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇനിയിപ്പോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക പൊടിയും കുറച്ച് എള്ളും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്താല് നമ്മുടെ ഒറിജിനൽ ഉണ്ണിയപ്പത്തിന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോ തേങ്ങാക്കൊത്തൊന്നും വറുത്തെടുക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പൊ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു കട്ടിയിലാണ് ബാറ്റർ റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ണിയപ്പ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ മെഷർമെന്റും കറക്റ്റ് അളവിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധാ ഗ്ലാസ് എടുത്താലും മതി. എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം അതേ ഗ്ലാസ്സിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പൊ ഇത് ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഒഴിക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊന്തി വരും. അപ്പൊ ഇത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഉണ്ണിയപ്പവും മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും നമ്മൾ നന്നായിട്ട് നല്ലൊരു കളറാവുന്നത് വരെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇത് വേഗം വേഗം ഫ്രൈ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു കളറിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. നമ്മൾ അരി അരക്കാതെ തന്നെ അരി അരച്ച അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണിത്. ഇപ്പൊ ഞാനിത് 2 സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും. ചില ആൾക്കാർക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ഉൾഭാഗം കൂടി കാണിച്ചു തരാം. ഇതിന്റെ ഉൾഭാഗം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.